5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. എൻ്റെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. 8-9 ക്ലാസ്സുകളിലൊക്കെ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ നാട്ടിൽ ഒരു ചെറിയ കടയിൽ നിന്ന് ഒരു ദിവസവും ഒരു പൊതി വാങ്ങി അവിടെയുള്ള ഒരു വൈദ്യന് കൊടുക്കണമായിരുന്നു. അപ്പോൾ വൈദ്യൻ അങ്ങനെ പൊതി വാങ്ങി ഞാൻ കൊടുക്കുന്നതിന് വൈദ്യനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് എൻ്റെ ഒരു ബന്ധു തന്നെയാണ്. അപ്പോൾ വൈദ്യനെ പരിചയപ്പെടുത്തി തന്നത് നല്ല ഉദ്ദേശത്തിലാണ്, അല്ലാതെ വേറെ മോശം ഉദ്ദേശത്തില്ല. പക്ഷേ ആ പരിചയപ്പെടുത്തിയ നല്ല ഉദ്ദേശത്തെ വൈദ്യൻ ദുർവിനിയോഗം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. എന്നോട് എല്ലാ ദിവസവും ഒരു ചെറിയ പൊതിഞ്ഞ പൊടി വാങ്ങിച്ചുകൊണ്ട് 1 ഗ്രാം 2 ഗ്രാമേ വരികയുള്ളൂ. ശരിക്കും അറിയത്തില്ലായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. പക്ഷെ അതിന് വൈദ്യൻ എനിക്ക് മുട്ടായിക്ക് പൈസ തരുമായിരുന്നു. പക്ഷെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ സ്വയം ഒരു തോന്നലുണ്ടായി, എന്താണ് ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത്. പക്ഷേ എന്തോ അരുതാത്തതാണ്, ഉപയോഗിച്ചുകൂടാത്തതാണ് എന്നുള്ള രീതിയിലാണ് പിന്നെ ഞാൻ മനസ്സിലാക്കുകയും വളരെ പെട്ടെന്ന് ഞാനത് നിർത്തുകയും ചെയ്തു. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് മയക്കുമരുന്നിൻ്റെ വസ്തുവാണ്. ആ കടയിൽ അത് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അത് ചെറിയ പൊതികളായി ഇതുപോലെ നിരവധി ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മയക്കുമരുന്ന് ധാരാളമായി വ്യാപകമായി ഉപയോഗിച്ചിരുന്നു പണ്ടും. ഇപ്പോൾ സന്യാസിമാരൊക്കെ കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്, കുറച്ച് പേരേ ഉള്ളൂ. കുറച്ച് പേർ ഉപയോഗിക്കുന്നുണ്ട്, ചില സ്വാമിമാർ ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ അത് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും വളരെ കുറച്ച് പേർ അങ്ങനെ ഉപയോഗിക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. പക്ഷേ അവരൊക്കെ കൂടുതലും താമസിക്കുന്നത് വനാന്തരങ്ങളിലോ അല്ലെങ്കിൽ മനുഷ്യബന്ധമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ലോകത്ത് അല്ലെങ്കിൽ ജ്ഞാനമൊക്കെ കിട്ടിയവരാണ്, അവരുടെ ലോകത്ത് എന്തോ ചെയ്യട്ടെ. പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രശ്നം, നമ്മുടെ കുഞ്ഞുങ്ങൾ 9ാം ക്ലാസ്സുകാരൻ, 8ാം ക്ലാസ്സുകാരൻ, 10ാം ക്ലാസ്സുകാരൻ, +2കാരൻ, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ വീട്ടമ്മമാർ, പെൺകുട്ടികൾ എല്ലാവരും മയക്കുമരുന്ന് ഒന്നുകിൽ ക്യാരിയറാവുന്നു, വിൽക്കുന്നു, അങ്ങനെ പണമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു. എനിക്ക് കുട്ടികളോട് പറയുവാനുള്ളത്, പഠനത്തിൻ്റെ കാലമാണ്, വിദ്യാഭ്യാസത്തിൻ്റെ കാലമാണ്. അറിവാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. അറിവ് നേടിക്കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെയുണ്ട്. ലോകത്തെ മുഴുവൻ നയിക്കുന്നത്, ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നത് അറിവാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ വലിയ വിദ്യാഭ്യാസം ഇല്ലല്ലോ. തീർച്ചയായും, പക്ഷേ രാഷ്ട്രീയ അറിവുണ്ട് അവർക്ക് പൊതുപ്രവർത്തനത്തിൻ്റെ അറിവുകളുണ്ട്, അല്ലെങ്കിൽ മറ്റു തലത്തിലുള്ള അറിവിൽ നിന്ന് അവരെ എത്തും. എന്തായാലും അറിവാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അത് ലോകം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ മാനവരാശിയെ മുഴുവൻ നയിക്കുന്നത് അറിവാണ്. അപ്പോൾ നിങ്ങൾ അറിവ് നേടുന്ന പ്രായത്തിൽ വളരെ പ്രധാനമായി അറിവിന് വേണ്ടി നിങ്ങളുടെ സമയം ചെലവഴിക്കണം. അതുപോലെ പ്രധാനമാണ് നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്ന ക്യാരക്ടർ, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്, മനോഭാവം, സ്വഭാവം എന്നൊക്കെ പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്നതല്ല. സ്വഭാവം കൂടെ നല്ലതാണെങ്കിൽ നിങ്ങൾ കുട്ടികൾ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കൂ. ഇന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന മാർക്കിനേക്കാൾ 5 മാർക്ക് 10 മാർക്ക് കൂടുതൽ വാങ്ങിച്ചു നോക്കൂ. പിന്നെ നിങ്ങളിലെ നിയന്ത്രണം കുറയും, നിങ്ങളോടുള്ള സ്നേഹം കൂടും, സന്തോഷം കൂടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എല്ലാ സാധനങ്ങളും വീട്ടുകാരെല്ലാം മേടിച്ചു തരും. ഇന്നത്തേക്കാൾ നിങ്ങളോട് സ്നേഹം കൂടുതലായിരിക്കും ടീച്ചർമാർക്ക്, സമൂഹത്തിന്, എല്ലാവർക്കും. നമ്മൾ കാണുന്നില്ലേ, റാങ്ക് വാങ്ങുന്നവരെ, വലിയ മാർക്ക് വാങ്ങുന്നവരെ സമൂഹമൊക്കെ വലിയ രീതിയിലാണ് ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, എന്തെല്ലാം മേടിച്ചു കൊടുക്കുന്നു. സ്കൂളിന് അഭിമാനം, നാടിന് അഭിമാനം, ആ പഞ്ചായത്തിന് അഭിമാനം, നാടിന് അഭിമാനം, രാജ്യത്തിന് അഭിമാനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അത് വളരെ ഗൗരവമായി അറിവിൻ്റെ തലം നേടണം. അതുപോലെ പ്രധാനമാണ് സ്വഭാവം. നമ്മുടെ ക്യാരക്ടർ, എവിടെ ചെന്നാലും എന്തെല്ലാം ചെയ്താലും നമ്മുടെ സ്വഭാവം നന്നായിരിക്കണം. അത് വളരെ പ്രധാനമാണ്. മനുഷ്യർക്ക് മുതിർന്ന പ്രായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പല സ്വഭാവങ്ങളും മാറ്റാൻ കഴിയില്ല. ഉദാഹരണമായി, നമ്മൾ വിവാഹത്തിന് പോകുമ്പോൾ ഭക്ഷണത്തിനും മുമ്പ് മുതിർന്ന ആളുകളും കൈ കഴുകാറില്ല. കാരണം കുഞ്ഞിലെ അങ്ങനെ ഒരു ശീലമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ തിരിച്ച് നമ്മൾ കുഞ്ഞിലെ കാര്യങ്ങൾ ശീലിക്കണം. നല്ല തീരുമാനങ്ങൾ എടുക്കണം, വളരെ പ്രധാനം. ഞാൻ ജീവിതത്തിൽ മദ്യപിക്കില്ല, ഞാൻ ഒരിക്കലും മദ്യപിക്കില്ല, നല്ല തീരുമാനങ്ങളാണ്. ഞാൻ ഒരിക്കലും കഞ്ചാവ് ഉപയോഗിക്കില്ല, ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കില്ല, ഞാൻ എൻ്റെ നല്ല ശീലങ്ങൾ കൊണ്ടുപോകും എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കൂ. ഞാൻ നിങ്ങളോടൊരു ഒരു എക്സർസൈസ് കൂടി പറഞ്ഞു തരാം. 21 ദിവസം തുടർച്ചയായി എല്ലാ ദിവസവും കൃത്യസമയത്ത് വേണമെന്നില്ല, ഏതെങ്കിലും സമയത്ത് മതി. ഒരു 21 ദിവസം തുടർച്ചയായി ചെയ്യണം, ഒരു ദിവസം മുടങ്ങാതെ. കുട്ടികളെല്ലാവരും ഇത് ചെയ്യണം. രക്ഷാകർത്താക്കളൊക്കെ ചെയ്താലും ആര് ചെയ്താലും ഇത് ഫലമുണ്ടാകും എന്നാണ് പറയുന്നത്. അത് മോട്ടിവേഷൻ്റെ തിയറി അനുസരിച്ചും മനഃശാസ്ത്ര തിയറി അനുസരിച്ചും ഒക്കെ പറയുന്നുണ്ട്. 21 ദിവസം തുടർച്ചയായി നമ്മളൊരു കാര്യത്തെ നമ്മുടെ മനസ്സിലേക്ക് സെറ്റ് ചെയ്താൽ മനസ്സത് പിന്നെ വളരെ കമ്പ്യൂട്ടർ പോലെ മനസ്സത് നമുക്ക് സഹായമായി തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 21 ദിവസം നിങ്ങൾ ഏത് ശീലമാണോ ഉള്ളത്, നിങ്ങൾക്ക് ആ ശീലം ഉപേക്ഷിക്കേണ്ടതാണെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടതാണ്. നിങ്ങളുടെ മനസ്സിൽ കൃത്യമായി നിങ്ങൾ വിൽ പവർ ഉപയോഗിച്ചാൽ അത് ചെയ്യും. ഞാൻ ഇനിയൊരു ഉദാഹരണം പറയാം. നിങ്ങളത് ആരും പ്രയോഗിച്ച് കളയരുത്, കുട്ടികൾ പ്രത്യേകിച്ച് പ്രയോഗിച്ച് കളയരുത്. ഞാൻ ഈ പ്രീ ഡിഗ്രിക്ക് അന്ന് +2 ഇല്ല, പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് കണ്ണാടി വെച്ചിരുന്നു, അന്ന് സ്പെക്സ് വെച്ചിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞതാണ്, ജീവിതകാലം മുഴുവൻ സ്പെക്സ് വയ്ക്കണം. പക്ഷേ ഒരു ദിവസം എനിക്ക് വളരെ യാദൃശ്യമായി തോന്നി, എൻ്റെ ശരീരത്തിനും മുഖത്തിനും വന്ന് ഈ സ്പെക്സ് അത്ര അനുകൂലമല്ല, നല്ലതല്ല എന്ന് തോന്നി. ഞാൻ സ്പെക്സ് ഉപേക്ഷിച്ചു. പക്ഷേ എൻ്റെ മനസ്സിനോട് ഞാൻ നിരന്തരം പറഞ്ഞു, എനിക്ക് സ്പെക്സ് വയ്ക്കാതെ തന്നെ എൻ്റെ കണ്ണിന് നല്ല കാഴ്ച തരണമേ എന്ന് നിരന്തരം ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി ഞാൻ സ്പെക്സ് ഒഴിവാക്കുകയും ഇതുവരെ സ്പെക്സ് എനിക്ക് വെക്കേണ്ടി വന്നിട്ടില്ല.
ഞാൻ ഇത് പറയുന്നത് കേട്ടുകൊണ്ട് നാളെ ആളുകളെല്ലാം സ്പെക്സ് ഉപേക്ഷിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ വിൽ പവർ ഉണ്ടെങ്കിൽ, നമ്മുടെ ചിന്താശക്തി ഉണ്ടെങ്കിൽ, നമുക്ക് തീരുമാനങ്ങളുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ അതിനനുസരിച്ച് ഉയർന്നു തന്നെ വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ നല്ല തീരുമാനങ്ങൾ കുട്ടികൾ എടുക്കേണ്ടതുണ്ട്. മയക്കുമരുന്നിനെതിരെ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കും. നിങ്ങൾ നെറ്റിലൊക്കെ കയറി എന്തെല്ലാം കാര്യങ്ങൾ കാണുന്നു. അത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്നവർ എങ്ങനെയൊക്കെയാണ് നശിച്ചു പോകുന്നത്, ബ്രെയിനിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, മാനസിക രോഗികളായി പോകുന്നത് എങ്ങനെയാണ്, അത് വളരെ ഗൗരവമായി നമ്മൾ പഠിക്കണം. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്നും ഉപയോഗിക്കരുത്. മുട്ടായുടെ രൂപത്തിൽ ലഭിക്കും, മധുരത്തിൻ്റെ രൂപത്തിൽ ലഭിക്കും, നമ്മൾ കുട്ടികൾ വാങ്ങിത്തരും, എല്ലാം ചെയ്യും. അറിയാതെയാണ്, ചെറിയ കുട്ടികൾ ഇത് അറിയാതെയാണ് ഒരിക്കലും ഉപയോഗിക്കുന്നത്. ഒരിക്കലും ഉപയോഗിക്കുമ്പോൾ അതിലൊരു ടേസ്റ്റ് തോന്നുന്നു, വീണ്ടും ഉപയോഗിക്കുന്നു. ഒരു താൽക്കാലികമായി നമുക്കൊരു സുഖം തരുമായിരിക്കും. പക്ഷെ അങ്ങനെ തന്നാലും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ മറ്റ് ശരീര അവയവങ്ങളെ എല്ലാം ബാധിക്കും, നമ്മുടെ മാനസിക നിലയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങൾ, മദ്യം പോലുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ആരും ഉപയോഗിക്കില്ല എന്ന് കുഞ്ഞുനാളിൽ നമ്മൾ തീരുമാനമെടുക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അറിവ് തേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ ബ്രഹ്മചര്യത്തിൻ്റെ കാലമെന്നൊക്കെ ഭാരതത്തിൽ പറയും. 12 വയസ്സ് മുതൽ 24 വയസ്സ് വരെ. നമ്മളിപ്പോൾ 24 വയസ്സെന്ന് പറയുമ്പോൾ PhD എടുക്കുന്ന പ്രായമായി, അല്ലെങ്കിൽ ഡിഗ്രി PG കഴിഞ്ഞിട്ട് PhD എടുക്കാൻ കഴിയും ഒരാളിന്. അപ്പോൾ തീർച്ചയായിട്ടും അറിവിൻ്റെ തലം നേടുന്നവർ, നന്നായി പഠിക്കുന്നവർ, നന്നായി പഠിക്കുന്നതിന് ശ്രമിക്കുകയും ഇന്നത്തേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങുന്നതിനുള്ള വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ കൊണ്ടുപോവുകയും തീർച്ചയായും മയക്കുമരുന്ന് പോലുള്ള മദ്യം പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കലും ഒരിക്കലും ടേസ്റ്റ് ചെയ്ത് നോക്കാതിരിക്കുകയും ചെയ്യുന്നതിനുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കണം. അങ്ങനെ കുട്ടികളെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുന്നതിൽ രക്ഷാകർത്താക്കളും വലിയ പങ്ക് വഹിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് തന്നെ പലവിധ ദുശീലങ്ങളും അതുപോലെ തന്നെ മനോഭാവ പ്രശ്നങ്ങളും സ്വഭാവ ദൂഷ്യവുമൊക്കെ പലർക്കും ഉണ്ട്. പക്ഷെ അത് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളിലേക്ക് പകരാതിരിക്കാൻ. അപ്പോൾ പിന്നെ പല ആളുകളും പറയാറുണ്ട്, മദ്യപാനിയുടെ മക്കൾ മദ്യപിക്കും. അങ്ങനെയൊന്നുമല്ല. എനിക്ക് അനുഭവമുള്ള ഒത്തിരി അധികം ആളുകളുണ്ട്. പിതാവ് നന്നായി മദ്യപിക്കുന്നവരായിരിക്കും, പക്ഷെ മക്കൾ ഒരു തുള്ളി മദ്യം പോലും ഉപയോഗിച്ചിട്ടില്ലാത്തവരാണ്. പിതാവ് കഞ്ചാവ് മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും, പക്ഷേ മക്കൾ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ എത്രയോ കുടുംബങ്ങൾ, നൂറുകണക്കിന് കുടുംബങ്ങൾ. അതുകൊണ്ട് തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ അച്ഛൻ കുടിക്കുന്നുവെന്ന് വെച്ച് മക്കൾ കുടിക്കണമെന്നില്ല, അച്ഛൻ കുടിക്കാതെ അല്ലെ മദ്യം ഉപയോഗിക്കാതിരിക്കണമെന്ന് വെച്ച് മക്കൾ ഉപയോഗിക്കണമെന്നുമില്ല. അത് രണ്ടുമില്ല. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും നമ്മൾ ആരാണ്? നമ്മൾ ഈ ഭൂമിയിൽ വന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനാണ്, നല്ല ജോലി നേടാനാണ്, നല്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടാക്കാനാണ്, നല്ല കുഞ്ഞുങ്ങളും കുടുംബവും നല്ല സൗകര്യങ്ങളുമൊക്കെയായി ജീവിതം ആനന്ദിക്കുവാനാണ്. ജീവിതം നല്ല ഒരു ലഹരി പോലെ ആനന്ദിക്കുവാൻ തന്നെയാണ്. പക്ഷെ അത് ഈ പറയുന്ന താൽക്കാലികമായ വസ്തുക്കൾ ഉപയോഗിച്ച്, നമുക്ക് താൽക്കാലിക ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച്, മയക്കുമരുന്ന് പോലുള്ളവ ഉപയോഗിച്ച്, മദ്യം പോലുള്ളവ ഉപയോഗിച്ച് ചീത്തയാക്കാനുള്ളതല്ല നമ്മുടെ ശരീരം. ഞാനൊരു ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സുഭാഷിതമെന്നാണല്ലോ നമ്മുടെ ചാനൽ തന്നെ. അർജുനനോട് കൃഷ്ണൻ ഒരിക്കൽ പറയുന്നുണ്ട്, ഹേ കൃഷ്ണ, നീ ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്? അർജുനനോട് കൃഷ്ണൻ പറയുമ്പോൾ, ഹേ അർജുന, നീ ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്? അപ്പോൾ അർജുനൻ പറയുന്നുണ്ട്, അമ്മയെ, മാതാവിനെ, മാതുലനെ, അല്ലെങ്കിൽ എൻ്റെ ബന്ധുമിത്രാദികളെ, ഗുരുക്കന്മാരെ എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നു. അപ്പോഴെല്ലാം കൃഷ്ണൻ പറയും, അല്ല അർജുനൻ സ്നേഹിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അർജുനൻ്റെ ശരീരത്തെയാണ്. ശരീരത്തെ പീഡിപ്പിക്കരുത്. ശരീരം ക്ഷേത്രം പോലെ നോക്കണം. ക്ഷേത്രം പോലെ ശരീരത്തെ നോക്കണം. ആ ക്ഷേത്രത്തിലിരിക്കുന്ന ദേവാലയമാണ്, ദേവനാണ്, ദേവിയാണ് മനസ്സ്. അപ്പോൾ മനസ്സാണല്ലോ പ്രധാനം. നമ്മുടെ സനാതന സങ്കല്പമനുസരിച്ചും ഭാരതീയ ചിന്തകളനുസരിച്ചും മനസ്സാണ് വളരെ വലുത്. മനസ്സിനെ മാറ്റുന്ന, പരിവർത്തനം ചെയ്യുന്ന രീതിയിലേക്ക് എല്ലാ കുഞ്ഞുങ്ങളും വരേണ്ടതുണ്ട്. അത് ഈ കാലഘട്ടത്തിനാവശ്യമാണ്, തലമുറകൾക്ക് ആവശ്യമാണ്. ഒരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ഒരിക്കൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പിന്നെ അകത്ത് ഒരു അച്ഛനും മകളും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ മകൾക്ക് ശ്വാസം മുട്ടാണ്. അപ്പോൾ മകളോട് ചോദിക്കുന്നുണ്ട്, പിതാവ് ഇങ്ങനെ മദ്യപിക്കുകയോ അല്ലെങ്കിൽ പിതാവിന് ഇങ്ങനെ അസുഖങ്ങളുണ്ടോ? അപ്പോൾ പിതാവ് വളരെ അഭിമാനപൂർവ്വം പറഞ്ഞു, ഞാൻ മദ്യപിക്കാറില്ല, സിഗരറ്റ് പോലും ഒന്നും വലിക്കാറില്ല. അപ്പോൾ മകൾക്കും അഭിമാനമായി, എൻ്റെ അച്ഛൻ ഇതൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ വീണ്ടും ഡോക്ടർ വീണ്ടും ചോദിച്ചു, അച്ഛൻ ഉപയോഗിക്കുന്നില്ലെങ്കിലും അച്ഛൻ്റെ അച്ഛൻ ഉപയോഗിക്കുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു, തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജനറ്റിക്കായിട്ട് കിട്ടിയതും കൂടെ ആണ് എന്ന് ഡോക്ടർ നിഗമനത്തിലെത്തുന്നു. അപ്പൂപ്പൻ ഇതൊക്കെ നന്നായി ഉപയോഗിക്കുന്നുണ്ട്. ആ അച്ഛൻ്റെ മുഖവും താഴെ പോയി, മകളുടെ മുഖവും താഴോട്ട് പോയി, കുനിഞ്ഞു പോയി. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ഇത്തരത്തിലുള്ള അമിതമായ മദ്യോപയോഗവും മയക്കുമരുന്നിൻ്റെ ഉപയോഗമൊക്കെ നടത്തുന്ന മുതിർന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ വിവാഹം കഴിച്ചു വരുന്നവരുടെ കുട്ടികൾക്ക് പോലും പല ജനറ്റിക്കായി പല പ്രശ്നങ്ങളുണ്ടാവും. തലമുറകൾ തന്നെ നീണ്ടു നിൽക്കുന്ന ഒരുപാട് ആരോഗ്യ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ജീവിതത്തെ മനോഹരമായി കാണുന്നവർ, സുന്ദരമായി കാണേണ്ടവർ, നന്നായി ഇവിടെ ജീവിച്ചു പോകാൻ അവസരമുള്ളവർ ഒരു കാരണവശാലും ഇത്തരം ചതികളിൽ ചെന്ന് വിടരുത്. ഇത് കാരിയർ ആകരുത്.
ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കൊടുക്കരുത്. അതിനേക്കാൾ പ്രധാനം ഇതൊരു നിമിഷം പോലും ഒരു പ്രാവശ്യം പോലും ടേസ്റ്റ് ചെയ്യാൻ അവസരമുണ്ടാക്കരുത്. ഇതാരുടെയെങ്കിലും കയ്യിൽ ഉണ്ടെന്നറിഞ്ഞാൽ വളരെ രഹസ്യമായി കൃത്യമായി ഇതിനെ സംബന്ധിച്ച് വിവരങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇത് മാറ്റേണ്ടതുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ല. കുട്ടികൾ വളരെ ഗൗരവമായി ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും ഇതിനെതിരെ നന്നായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് കാലത്തിൻ്റെ ആവശ്യം കൂടിയാണ്.